പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് റബീഉൽ അവ്വൽ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം കടന്നു വരികയാണ്. ലോകത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദമുള്ള മാസമാണ് വിശുദ്ധ റബീഉൽ അവ്വൽ. അതിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ വ്യത്യസ്തമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഈ വർഷം മുതൽ വിപുലമായ വിധത്തിൽ മൗലിദ് ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സമസ്ത ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട സ്വാസംഘത്തിൻ്റെ കീഴിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. സമസ്തയുടെ 100ാം വാർഷികം നടക്കുന്ന സന്ദർഭമാണിത്. കാസർഗോഡ് കുണിയിൽ വെച്ചുകൊണ്ടാണ് സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി വ്യത്യസ്തമായ പരിപാടികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി 1500ാമത് റബീഉൽ അവ്വൽ പരിപാടി വിപുലമായി നടത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കോഴിക്കോട് വെച്ചുകൊണ്ട് അടുത്ത 24ാം തീയതി വരുന്ന ഞായറാഴ്ച വിപുലമായ ഒരു മൗലിദ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് സമസ്തയുടെ കീഴിൽ. കോഴിക്കോട് പൗരാണികമായി മൗലിദ് ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായി നടന്നിരുന്ന ഒരു പ്രദേശമാണ്. കൂട്ടമായി സംഘമായി വലിയ മൗലിദ് ആഘോഷ പരിപാടികൾ നടന്നിരുന്നു. ഇപ്പം മൊയ്തീൻ പള്ളിയുടെ നേതൃത്വത്തിൽ, പാളയത്തെ മൊയ്തീൻ പള്ളിയുടെ നേതൃത്വത്തിൽ പോലും വിപുലമായ പരിപാടികൾ നടന്നിരുന്നു. അതുപോലെ തന്നെ പൗരാണികമായ കോഴിക്കോടുള്ള പള്ളികളുടെയൊക്കെ നേതൃത്വത്തിൽ വിപുലമായ കൂട്ടായ്മയോടുകൂടി പരിപാടികൾ നടന്നിരുന്നു. ഇടക്കാലത്ത് അത് നിന്നുപോയി. അതൊരു പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോഴിക്കോട് ഒരു മീലാദ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട് തുടർന്നുള്ള വർഷങ്ങളിൽ മുടങ്ങാതെ വിപുലമായ മീലാദ് ആഘോഷ പരിപാടിക്ക് നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ വരുന്ന ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ വൈകുന്നേരം 4 മണിക്ക് കോതി പാലത്തിനടുത്ത് വെച്ചുകൊണ്ട് ആനമാട് അവിടെ വെച്ചുകൊണ്ട് റാലി ആരംഭിക്കുകയാണ്. കോഴിക്കോട് സിറ്റിയിലെ മദ്രസയിലെ ദഫ് സംഘങ്ങൾ ഉൾപ്പെടെ, സ്കൗട്ട് സംഘങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന, ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു റാലിയാണ് സമസ്തയുടെ കീഴിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 4 മണിക്ക് കോതിപ്പാലത്ത് നിന്ന് ആരംഭിക്കും. അത് 5:30 മണിയോടുകൂടി സമസ്ത ആസ്ഥാനത്തെ വിശാലമായ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. അവിടെ മൗലിദ് സദസ്സാണ് സംഘടിപ്പിച്ചത്. അതോടനുബന്ധിച്ചുകൊണ്ട് കോൺഫറൻസും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നടത്തുകയാണ്. അദ്ദേഹമാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖരായ സമസ്തയുടെ നേതാക്കളൊക്കെ അണിനിരക്കുന്ന റാലി, അതോടൊപ്പം നടക്കുന്ന പൊതുസമ്മേളനം, അത് കഴിഞ്ഞ് ഇമ്പമാർന്ന വിധത്തിലുള്ള ഒരു ഇഷ്ക് മജ്ലിസും ഇതോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും നിങ്ങളുടെയൊക്കെ സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും അത് പരിശോധിക്കേണ്ട വിഷയമാണ്. കോഴിക്കോട് മൊയ്തീൻ പള്ളിയിൽ വിപുലമായ വിധത്തിൽ മൊയ്തീൻ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ മൗലിദ് ആഘോഷം നടന്നിരുന്നു. അതിൻ്റെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് നടന്ന വലിയ നബിദിനാഘോഷം, വിവിധ സമയങ്ങളിൽ നടന്ന പരിപാടികൾ, ഇത് മാത്രമല്ല പട്ടാളപ്പള്ളി ഉൾപ്പെടെ, ഇതൊക്കെ സുന്നി പള്ളികളായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പഴയ കാലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി സുന്നി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നിരുന്ന ഏകദേശം 10ഓളം പള്ളികൾ സുന്നികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ആചാരങ്ങൾ, ആഘോഷങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യം വന്നു. അത് ഇപ്പോൾ മൊയ്തീൻ പള്ളിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അവിടെ കോടതിയിൽ, ഹൈക്കോടതി, ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി വിധിയിലെ അടിസ്ഥാനത്തിൽ 3 വക്ത് നിസ്കാരം സുന്നികൾക്കും 2 വക്ത് നിസ്കാരം മുജാഹിദ് വിഭാഗത്തിന് വീതിച്ചു കൊടുത്ത കോടതി വിധി പോലും ഉണ്ടായിട്ടുണ്ട്. ബഹുമാന്യനായ പരേതനായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരുന്നു ഈ മൊയ്തീൻ പള്ളി സ്ഥാപിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ച ആൾ. പക്ഷെ പിൽക്കാലത്ത് ആ പള്ളി സുന്നികൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. മൊയ്തീൻ പള്ളി മാത്രമല്ല, ഒരുപാട് പള്ളികൾ, 10ഓളം പള്ളികൾ കോഴിക്കോട് സിറ്റിയിൽ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പള്ളികളിലൊക്കെ ആചാരങ്ങളുണ്ടായും അനുഷ്ഠാനങ്ങളുണ്ടായും
അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ മീലാദ് കമ്മിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോതിപ്പാലത്തിൻ്റെ അടുത്താണ് പരിപാടി തുടങ്ങുന്നത്. സമസ്തയുടെ എല്ലാ പ്രമുഖ നേതാക്കളും ഉണ്ട്. കോഴിക്കോട് ഖാദിയുടെ നേതൃത്വത്തിലാണ്, ജമലുൽ തങ്ങളുടെ നേതൃത്വത്തിലാണ് ആ മൗലിദ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഇപ്രാവശ്യത്തെ നബിദിനത്തിൻ്റെ പ്രത്യേകത 1500-ാമതാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. 1500 പ്രവാചകൻ്റെ 1500-ാമത് ജന്മദിനമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് സമസ്തയുടെ 100-ാം വാർഷികമാണ്. ഇത് രണ്ടും ഒത്തു വന്നൊരു സവിശേഷതയുണ്ട്. സമസ്തയുടെ 100 വർഷം പൂർത്തിയാകുന്ന വർഷം കൂടിയാണിത്. ഇത് രണ്ടും ഒത്തു വന്നു എന്നുള്ള സവിശേഷതയുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ലോകം മുഴുവനും പ്രവാചകൻ്റെ ജന്മദിനത്തിന് വളരെ ആഘോഷത്തോടു കൂടിയാണ് വരവേൽക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ സമസ്തയുടെ കീഴിൽ തന്നെ മദ്രസകളും പരിപാടി ഉണ്ടാവും, പള്ളി പരിപാടി ഉണ്ടാവും. അതിലൊക്കെ പുറമെ ഇതുപോലെ കൂട്ടായ്മകൾ കൂടി ചേർന്നുകൊണ്ടുള്ള വിപുലമായ നബിദിന പരിപാടികൾ നടക്കാൻ പോകണം. മിക്കവാറും ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കും.